നമസ്കാരം. അക്ഷതം കിട്ടാഞ്ഞിട്ടാണോ കിട്ടിയതൊട്ട് കുറഞ്ഞു പോയിട്ടാണോ എന്നറിയില്ല, ജനുവരി 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി അധ്യക്ഷൻ നഡ്ഡ. രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് നെടുനായകത്വം വഹിച്ച ബി അധ്യക്ഷൻ എന്തുകൊണ്ടാണ് ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്ന കാര്യത്തിൽ ധാരാളം അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അധ്യക്ഷൻ നഡ്ഡ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ഒഴിവാക്കുകയും പകരം ന്യൂഡൽഹിയിലെ ഝണ്ടേവാലൻ ക്ഷേത്രത്തിൽ നിന്ന് ബിഗ് സ്ക്രീനിൽ സംഗതി വീക്ഷിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചത്. ശാരീരികമായ അസ്വസ്ഥതയോ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയോ ഒന്നുമല്ല ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് കാരണമെന്ന് ഇതിൽ നിന്നു വ്യക്തമാണ്. ക്ഷേത്രം പണി ഭാഗികമാണെന്നതിനാൽ നടത്തുന്ന പ്രാണപ്രതിഷ്ഠ ശാസ്ത്രവിധിക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി 4 ശങ്കരാചാര്യന്മാരും പരിപാടി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതിന് യുക്തിഭദ്രത അവകാശപ്പെടാമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെയാണ് അഖിലേന്ത്യാ അധ്യക്ഷൻ നഡ്ഡ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ബാബരി മസ്ജിദ് പൊളിക്കുന്നതുവരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച LK അദ്വാനിയെയും അക്കാലത്ത് പ്രസിഡന്റായിരുന്ന മുരളി മനോഹർ ജോഷിയെയും ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു. ജനുവരി 22-ലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചതിന് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും ചുമതലയുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് നന്ദി പറഞ്ഞ നഡ്ഡ അയോധ്യയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഈശൽ ഭേദമൊന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഡെൻമാർക്കിൽ എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ടെന്നാണ് ദോഷൈക ദൃക്കുകൾ പറയുന്നത്. 500 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് മഹത്തായ ക്ഷേത്രം പണിയുന്നതെന്നും ജനുവരി 22-ന് ശേഷം കുടുംബത്തോടൊപ്പം ദർശനത്തിനായി ക്ഷേത്രം സന്ദർശിക്കുമെന്നും നഡ്ഡ പറഞ്ഞതിലും ഒരു കുനിഷ്ടില്ലേ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. സഹപ്രവർത്തകരോടൊപ്പം സന്ദർശിക്കുന്നതിന് പകരം കുടുംബത്തോടൊപ്പം പോകുന്നത് ഒരു സ്വകാര്യ സന്ദർശനം മാത്രമാവില്ലേ എന്നാണ് ഇക്കൂട്ടർ ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും ഉൾപ്പെടെ നിരവധി നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുള്ള പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മോഡിയും യോഗിയും ഒഴിച്ച് ബാക്കിയുള്ളവർ ജനുവരി 22-ന് ശേഷം ക്ഷേത്ര ദർശനം നടത്തണമെന്ന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താനും അവരിൽ ഒരാളാവട്ടെ എന്ന ലാളിത്യമാവില്ല നഡ്ഡയുടെ വിട്ടുനിൽക്കലിന് കാരണം എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. ചടങ്ങിന് ക്ഷണം ലഭിക്കാത്ത ഭരണകക്ഷി നേതാക്കൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചടങ്ങ് വീക്ഷിക്കാനാണ് സാധ്യത. ട്രസ്റ്റ് പ്രധാന പാർട്ടികളുടെ പ്രസിഡന്റുമാരെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അവരിൽ മിക്കവാറും പരിപാടിക്കില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചത് കൂടാതെയാണ് അധ്യക്ഷൻ തന്നെ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സർവത്ര മോദിമയമായി മാറിയ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കാനിരിക്കെ ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം.